الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا اللهم صل على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا. أعوذ بالله من الشيطان الرجيم. الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. وقال النبي صلى الله عليه وسلم الحج المبرور ليس له جزاء إلا الجنة. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവിടെ കൊണ്ടുവന്നതുപോലെ പ്രതിഫലത്തിൻ്റെ വീടായ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു നമ്മെ എത്തിക്കുമാറാവട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ജുമഅയുടെ ബർക്കത്ത് കൊണ്ട് പുറത്തു തരുമാറാവട്ടെ. പല വിധത്തിലുള്ള വേദനകൾക്ക് അടിമപ്പെട്ട് കഴിയുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വേദനകൾ, പ്രയാസങ്ങൾ, രോഗങ്ങളൊക്കെ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. അകാരണമായി ജയിലറകളിൽ അടയ്ക്കപ്പെട്ടവർക്ക് അല്ലാഹു മോചനം നൽകുമാറാവട്ടെ. മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കും നാം സ്നേഹിക്കുന്നവർക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, പരിശുദ്ധമായ ഹജ്ജിൻ്റെ അമലുകളെല്ലാം പൂർത്തിയായി. അല്ലാഹു ഈ വർഷത്തെ ഹാജിമാരുടെ ഹജ്ജുകളെ മഖ്ബൂലാക്കുമാറാവട്ടെ. ഹജ്ജ് പൂർത്തിയായി പരിശുദ്ധ ഹറമുകളിൽ നിന്നും ഹാജിമാർ യാത്രയായ ഉടനെ തന്നെ അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജ് വിജ്ഞാപനം സർക്കാർ ഇറക്കിക്കഴിഞ്ഞു. ഹജ്ജിൻ്റെ സീസൺ ആയതിന് ശേഷം ഹജ്ജിനെ സംബന്ധിച്ച് പറയുന്നത് കൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ അല്ലാഹു സാമ്പത്തികം, ആരോഗ്യം നൽകിയവർ ഒട്ടും താമസിക്കാതെ ഉടനെ നിർവഹിക്കേണ്ട ഒരമലാണ് ഹജ്ജ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പരിശുദ്ധമായ തങ്ങളുടെ നാവ് കൊണ്ട് നമ്മെ അറിയിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന അമൽ ഹജ്ജാണ് എന്നും സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ഇസ്ലാമിൻ്റെ 5ാമത്തെ ഫർളും ഇസ്ലാം നിലനിൽക്കുന്ന 5 തൂണുകളിൽ പ്രധാനവുമാണ് ഹജ്ജ്. ഒരു സഹാബി റസൂലുള്ളാഹി തങ്ങളുടെ സന്നിധിയിൽ വന്നിട്ട് അയ്യുൽ അമാലി അഫ്ളലു യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചു. പ്രവാചകരെ, ഒരു വിശ്വാസി ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പുണ്യകരമായ കർമ്മം ഏതാണ്? ഏറ്റവും പ്രധാനപ്പെട്ട അമൽ ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തങ്ങളുടെ പരിശുദ്ധമായ നാവ് കൊണ്ട് പറഞ്ഞതു അസ്സലാത്തു അലാ വഖ്തിഹ,
ബാങ്ക് വിളിച്ചാൽ ഉടൻ നമസ്കരിക്കുക എന്നതാണ്. അപ്പം അതിൽ തന്നെ ഒരു സൂചനയുണ്ട്, ഒരു അമൽ ഒരു വിശ്വാസി ചെയ്യേണ്ടത് അതിൻ്റെ ആദ്യ സമയത്താണ്. എല്ലാ ജോലികളും പൂർത്തിയായതിനു ശേഷം ബാക്കി വരുന്ന സമയത്ത് ചെയ്യേണ്ടതല്ല ഇസ്ലാമിൻ്റെ കർമ്മങ്ങൾ, ഫർളുകൾ. ഭൗതികമായ എല്ലാ ജോലികളെക്കാളും മുൻഗണന കൊടുത്തുകൊണ്ട് ആദ്യമായി ഒരു വിശ്വാസി ചെയ്യേണ്ടതാണ് ഇസ്ലാമിൻ്റെ ഫർളുകൾ. നമസ്കാരത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് അസ്സലാത്തു അലാ വഖ്തിഹ, സമയത്ത് നമസ്കരിക്കുക. ഈ ഹദീസിന്റെ വേറൊരു റിപ്പോർട്ട് ഇങ്ങനെ കാണാം, അസ്സലാത്തു ഫി അവ്വലി വഖ്തിഹ, നമസ്കാരത്തിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കലാണ്. ജുമുഅയെ സംബന്ധിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള വിഷയമാണ്. ജുമുഅ ദിവസം ജുമുഅയ്ക്ക് മുമ്പുള്ള മണിക്കൂറുകളെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ 4 തിരിച്ചിട്ടുണ്ട്, 4 ഭാഗമായി. അതിൽ ഒന്നാമത്തെ ഭാഗത്തിൽ ആദ്യ മണിക്കൂറിൽ ജുമുഅ നമസ്കാരത്തിന് പള്ളിയിലെത്തുന്നവർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ വാഗ്ദാനം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ഒട്ടകത്തെ ബലി കൊടുത്ത കൂലിയാണ്. പിന്നീട് താഴേക്ക് ആ ജീവി ചെറുതായി അത് കോഴി വരെ എത്തും. അപ്പൊ ചെറിയ ജീവിയാണ് കോഴി, അതിനുള്ള കൂലി അല്ല ഒട്ടകത്തിന്റെ കൂലി, വലിയ കൂലിയാണ്. അപ്പൊ അവിടെ റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ആദ്യ സമയത്ത് ചെയ്തതിനാണ് പുണ്യമെന്ന. സമയം നീക്കി വെക്കുന്തോറും അമലിന്റെ മാറ്റ് കുറഞ്ഞു വരും. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഏറ്റവും നല്ല മാറ്റുള്ള ഗോൾഡ് ഇടാനാണ്. ഏതെങ്കിലും ഒരു ജ്വല്ലറിയിൽ പോയി നമ്മൾ വാങ്ങി ഏതെങ്കിലും ഒരു ആഭരണം മാറ്റ് കുറഞ്ഞതാണെന്ന് നമുക്കങ്ങനെ എവിടെന്നെങ്കിലും മനസ്സിലായാൽ നമുക്ക് വലിയ കോപം ഉണ്ടാവും, പെട്ടെന്ന് പ്രതികരിക്കും, ആക്ഷൻ എടുക്കും. നമ്മൾ കേസിന് വേണമെങ്കിലും പോകും, കാരണം അത് ചതിയാണ്. നമ്മളോട് പറഞ്ഞത് അത് 22 കാരറ്റ് സ്വർണ്ണമാണെന്ന്, 916 സ്വർണ്ണമെന്നാണ് പറഞ്ഞത്. ഇപ്പം നോക്കുമ്പോൾ അത്രയൊന്നും ഇല്ല, ക്യാരറ്റ് കുറവാണ്, മാറ്റ് കുറവാണ്. നമുക്കിഷ്ടമല്ല, നമ്മൾ സഹിക്കൂല, നമ്മൾ പരാതിപ്പെടും, ആക്ഷൻ എടുക്കും. നമുക്കത് തന്നവനോട് നമുക്ക് എപ്പോഴും കോപവും ദേഷ്യമൊക്കെ ആയിരിക്കും. നമ്മളവനെ ചതിയെന്ന് വിളിക്കും. സാധാരണ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ഉദാഹരണമായി പറഞ്ഞത് മാത്രം. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടം ആദ്യ സമയത്ത് ആ കർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കും, വീട്ടുകാര്യങ്ങളും ജീവിതത്തിന്റെ വിഷയങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കും, ഭാര്യ ഭർത്താവിനോട് പറയുന്ന ആ സ്നേഹത്തോടു കൂടി. പക്ഷേ പള്ളിയിൽ നിന്നെങ്ങാനും ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക് കേട്ടാൽ, അദ്ദേഹത്തിന്റെ സ്വരം കേട്ടാൽ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയും, ഞാൻ എൻ്റെ ഭർത്താവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നതിനിടയിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ തമ്മിൽ പരിചയമില്ലാത്തതുപോലെ ആയി മാറി. ഹദീസിലുണ്ട് ആ സംഭവം. പെട്ടെന്ന് റസൂലുള്ളാഹി തങ്ങളുടെ അവസ്ഥയെല്ലാം മാറി, ചിന്തയെല്ലാം മാറി. പിന്നെ നമസ്കരിക്കുക, പള്ളിയിലേക്ക് പോകുക എന്നതിലേക്ക് എത്തി. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് ഒരു മുഅ്മിനിന്റെ അമലിന്റെ ശൈലിയാണ്. തങ്ങൾ നമുക്ക് വലിയ മാതൃകയാണ് ആ കാര്യത്തിൽ. റസൂലുള്ളാഹി തങ്ങൾ അതുകൊണ്ട് പറഞ്ഞു, ആദ്യ സമയത്ത് നമസ്കരിക്കലാണ് ഏറ്റവും പുണ്യകരം. നമ്മൾ സാധാരണ നമുക്ക് മാപ്പ് ചെയ്ത് തരുമാറാവട്ടെ, എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് സാധാരണ ഞങ്ങളൊക്കെ നിസ്കരിക്കാൻ വേണ്ടി പോകുന്നത്, എല്ലാം ഒതുങ്ങിയിട്ട് അവസാനം അല്ല, അങ്ങനെയല്ലേ എനിക്ക് തോന്നുന്നു. എൻ്റെ കാര്യവും പറഞ്ഞു, ഒരിക്കലും അങ്ങനെയല്ല ആകേണ്ടത്, മറിച്ച് ആദ്യ സമയത്ത് അതിന് മുൻഗണന കൊടുക്കണം. പിന്നീട് റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, പിന്നെന്താ പ്രവാചകരെ പുണ്യമായ അമൽ നമസ്കാരം കഴിഞ്ഞാൽ? ഇപ്പൊ തങ്ങൾ പറഞ്ഞത് അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിലെ പോരാട്ടമാണ്, പടച്ചവന്റെ മാർഗത്തിലെ ത്യാഗമാണ് രണ്ടാമത്തത് എന്ന് പറഞ്ഞു. ആവശ്യം വന്നാൽ എല്ലാ അമലുകളെക്കാൾ അതിന് മുൻഗണനയുണ്ട് ജിഹാദിന്. സാന്ദർഭികമായി അത് മാറുമെന്നെങ്കിലും ആവശ്യഘട്ടത്തിൽ ബാക്കി എല്ലാ അമലുകളെക്കാളും മുൻഗണനയുള്ള അമലാണ് അള്ളാഹുവിന്റെ മാർഗത്തിലെ വിശുദ്ധ സമരം, സായുധ സമരം, പോരാട്ടം, പരിശ്രമം എല്ലാം പെടും.
ഖന്തക്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 4 വക്ത് നമസ്കാരങ്ങളായി. ഖന്തക് യുദ്ധത്തിന്റെ ഇടയിൽ ശത്രുക്കളുടെ അതിശക്തമായ ആക്രമണം ഭയന്ന് സഹാബാക്കളെല്ലാം കിടങ്ങു കുഴിക്കുന്നതിനിടയിൽ എവിടെയെങ്കിലും കിടങ്ങുകുഴി നിർത്തി സഹാബാക്കളെ നമസ്കരിക്കാൻ പിൻവലിഞ്ഞാൽ അതിശക്തമായ ആക്രമണം ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ റസൂലുള്ളാഹി തങ്ങൾ യുദ്ധസമയത്ത് നമസ്കാരം വരെ ഖലായി പോയ ഘട്ടമുണ്ടായി. ആ സമയത്ത് അതിനാണ് മുൻഗണന. ഹദീസിലൊക്കെ നമുക്കത് കാണാം. എന്റെ നമസ്കാരം ആര് ഖലാ ആക്കിയോ അവരുടെ വീടുകളും ഖബറുകളും നീ തീ കൊണ്ട് നിറയ്ക്കണമേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ആദ്യമായി ഉമ്മത്തിനെതിരെ പ്രാർത്ഥിച്ചു. ആദ്യമായി, ഒരിക്കൽ പോലും തങ്ങൾ ചെയ്തിട്ടില്ല. നമസ്കാരം എത്ര പ്രാധാന്യമുള്ളതാണ്. തങ്ങളുടെ നമസ്കാരം ഖലാ ആകാൻ കാരണമായവരെ അല്ലാഹു റസൂൽ പുണ്യനാവ് കൊണ്ട് ശപിച്ചുകൊണ്ട് പറഞ്ഞു, അവരുടെ വീടുകളും അവരുടെ ഖബറുകളും നീ തീ കൊണ്ട് നിറയ്ക്കണേ പഠിച്ചവൻ. അത്ര ദേഷ്യം അല്ലാഹു റസൂലുണ്ട്. എത്ര പ്രാധാന്യമാണ് ആ കാര്യത്തിനുണ്ടായിരുന്നത്. പിന്നീട് റസൂലുള്ളാഹി ഞങ്ങൾ സുന്നത്ത് ഉൾപ്പെടെ ആ നമസ്കാരങ്ങൾ ജമാഅത്തായി ഖലാ വീട്ടിയെന്ന് കണ്ടു. ഫർദ് ഉൾപ്പെടെയാണ് ഒരാൾക്ക് ഫർദ് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ഖലാ വീട്ടുമ്പോൾ സുന്നത്തും കൂടി ഖലാ വീട്ടാമെന്നതിന് തെളിവാണ് എന്ന് ഫുഖഹ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സുബഹി നമസ്കാരം ഒരാൾക്ക് ഖലാ ആയി പോയാൽ ഏതെങ്കിലും കാരണവശാൽ ഖലാ വീട്ടുമ്പോൾ സുബഹിയുടെ ഫർദ് മാത്രമല്ല ഖലാ വീട്ടേണ്ടത്, മറിച്ച് സുബഹിയുടെ സുന്നത്ത് കൂടി ചേർത്താൻ. പ്രത്യേകിച്ച് എല്ലാ നമസ്കാരത്തിലും അങ്ങനെയാണ്, സുബഹി വിശേഷിച്ചു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹിലേക്ക് പറയുന്നുണ്ട്, സുബഹിയുടെ സുന്നത്തല്ല, സുബഹിയുടെ 2 റക്അത്ത് വാജിബാണ്. അത്ര പ്രാധാന്യമുള്ള. അതുകൊണ്ട് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി പറയുന്നു, പള്ളിയിൽ വന്നു ഇമാമ് കൈകെട്ട് നിൽക്കുകയാണെങ്കിലും സുന്നത്ത് നമസ്കരിച്ചിട്ട് ഫർദിൽ കൂടാം. 1 റക്അത്ത് കിട്ടുമെന്നുണ്ടെങ്കിൽ, 1 റക്അത്ത് ഇമാമിനോടൊപ്പം കിട്ടുമെന്നുണ്ടെങ്കിൽ സുന്നത്ത് നമസ്കരിച്ച് കഴിഞ്ഞ് ഇമാമിനോടൊപ്പം കൈകെട്ടാവൂ എന്ന് ഹനഫി മദ്ഹബിന്റെ വീക്ഷണം. അത്ര പ്രാധാന്യം. കാരണം ഇതാണ് റസൂലുള്ളാഹി തങ്ങൾ 2ാമത്തെ കാര്യം പറഞ്ഞത് ജിഹാദ് ഫീ സബീലില്ല. ചില സമയത്ത് അതിന് വലിയ പ്രാധാന്യമാണ്. 3ാമത് റസൂലുള്ളാഹി തങ്ങളോട് ആഗതനായ സഹാബി ചോദിച്ചു, സുമ്മ അയ്യുൻ യാ റസൂലല്ലാഹ്, പിന്നീട് അതാ നബി ഏറ്റവും വലിയ പ്രതിഫലാർഹമായ അമൽ, ഏറ്റവും പുണ്യകരമായ അമൽ ഏതാണ്? അപ്പൊ തങ്ങൾ പറഞ്ഞത് അൽ ഹജ്ജുൽ മബ്റൂർ, നന്മ നിറഞ്ഞ ഹജ്ജ്. ഇസ്ലാമിന്റെ 5ാമത്തെ ഫർളാണെങ്കിലും പുണ്യപ്രവാചകരുടെ നാവിൽ അതിന് 3ാം സ്ഥാനമുണ്ട്. നമസ്കാരവും ജിഹാദും കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എന്താ? ഹജ്ജ്. ഹജ്ജ് ചെയ്യേണ്ടത് എപ്പോഴാ? ഒറ്റ വാക്ക് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ളപ്പോഴാണ് ഹജ്ജ് ചെയ്യേണ്ടത്, വയസ്സായി കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ വർഷത്തെ ഹാജിമാർക്ക് സൗദി സർക്കാർ അതുല്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. ഒരു ഹാജിക്കും ഒരു തരത്തിലും പ്രയാസം ഉണ്ടാകാതിരിക്കാൻ സൗദി അറേബ്യയിലെ കുറ്റമറ്റ നിലയിലുള്ള പരിഷ്കാരങ്ങളും സൗകര്യങ്ങളും വരുത്തി ഈ വർഷം ഹജ്ജ് 2025 അത്ര സുഖപ്രദമായിരുന്നു എന്ന് മുഴുവൻ ഹാജിമാരും മുഴുവൻ ഹാജിമാരെ നമ്മൾ പങ്കുവെച്ചു കഴിഞ്ഞ വിഷയം. ധാരാളം ഹാജിമാരോട് ഇരിപ്പുണ്ട്. എല്ലാവരും ഹജ്ജിനെ കബൂലാക്കുമാറാവട്ടെ. വളരെ ത്യാഗമില്ലാത്ത ഹജ്ജായിരുന്നു ഈ വർഷം ലഭിച്ചതെന്ന് പല നാവിൽ നിന്ന് കേൾക്കാൻ പറ്റി. പക്ഷെ കൂലി അതിനാണെന്നറിയാവോ? ത്യാഗമുള്ള ഹജ്ജിന്. വിഷമമൊന്നും വിചാരിക്കണേ, ഞാനങ്ങനെ പറഞ്ഞില്ല ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു. ത്യാഗത്തിനാണ് കൂലി കൂടുതൽ. അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു സഹാബി വന്ന് ചോദിച്ചു, പ്രവാചകരെ അഫ്ദലുൽ ഹജ്ജ് ഏതാണ്? ഏറ്റവും ശ്രേഷ്ഠമായ ഹജ്ജ് ഏതാണ്? അപ്പൊ തങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ? അൽ ഹജ്ജു അസ്സജ്ജു വൽ അജ്ജു എന്നാ പറഞ്ഞു. അതൊരു പ്രത്യേക പ്രയോഗമാണ്. അൽ ഹജ്ജു ഹുവ സജ്ജു വൽ അജ്ജു. ഇതിന്റെ അർത്ഥം എന്താണ്? സജ്ജ് എന്ന് പറഞ്ഞാൽ പൊടി പുരണ്ട, ത്യാഗം ചെയ്ത, കഷ്ടപ്പെട്ട ഹജ്ജാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഹജ്ജ്. 2ാമത് അൽ ഹജ്ജു റസൂലുള്ളാഹി പറഞ്ഞു, ഉറക്ക തൽബിയത്ത് ചൊല്ലിയ ഹജ്ജാണ് ഏറ്റവും പുണ്യകരമായ ഹജ്ജ്. അപ്പോൾ ത്യാഗം ചെയ്യുമ്പോൾ കൂലി കൂടും. സങ്കടത്തോടെ ഞാൻ പറയാണ്, ഇനിയും വർഷങ്ങൾ മുമ്പോട്ട് തള്ളിവിട്ടാൽ ഹജ്ജിന്റെ കൂലി കൂടുവോ കുറയുമോ? നിങ്ങൾ തീരുമാനിച്ചോളൂ. സൗകര്യം കൂട്ടിക്കൊണ്ടിരിക്കുന്നതോറും എന്ത് കുറയും? പ്രതിഫലത്തിന്റെ അളവ് കുറയും. ഒട്ടും വൈകണ്ട, ഹജ്ജിന് ഈ വർഷം അപേക്ഷ കൊടുത്തോളൂ. പ്രായം തടസ്സമല്ല, കുടുംബത്തിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ആവശ്യങ്ങൾ തടസ്സമല്ല, വിവാഹം ഉൾപ്പെടെ, പെൺകുട്ടികളുടെ വിവാഹം ഉൾപ്പെടെ ഹജ്ജിന് തടസ്സമായിട്ട് ശരീഅത്തൊന്നും പറഞ്ഞിട്ടില്ല. പണം ഉണ്ടെങ്കിൽ, ആരോഗ്യം ഉണ്ടെങ്കിൽ ഉടനെ നിർവഹിക്കണം ഹജ്ജ്.
കാരണം ഹജ്ജ് നിർവഹിച്ചാൽ അദ്ദേഹം സ്വർഗവാസിയാണ്. ആ ഹജ്ജിന് സിഫത്തുകൾ ഒക്കണം എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഹജ്ജ് നിർവഹിക്കാൻ ഭാഗ്യം കിട്ടിയാൽ അദ്ദേഹം ഇൻഷാ അല്ലാഹ് സ്വർഗത്തിലാണ്. അതിൻ്റെ അപ്പുറം എന്ത് പുണ്യം വേണം? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, അൽ ഹജ്ജുൽ മബ്റൂർ, നന്മ നിറഞ്ഞ ഹജ്ജിന്റെ കൂലി സ്വർഗമാണെന്നല്ല, സ്വർഗമല്ലാതെ മറ്റൊന്നുമല്ല. ആ പ്രയോഗം ഒരു വ്യത്യാസമുള്ള പ്രയോഗമാണ്. ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. പുണ്യം നിറഞ്ഞ ഹജ്ജിന് കൂലി സ്വർഗമല്ലാതെ മറ്റൊന്നുമല്ല, സ്വർഗം തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞു റസൂലുള്ളാഹി. അപ്പൊ എന്തിയാ, ഹജ്ജിന് സമയം 2026 ഹജ്ജിന്റെ വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞു. ഈ മാസം 31 വരെ മാത്രമാണ് ഇപ്പോൾ സമയം തന്നിട്ടുള്ളത്. ജൂലൈ 31 വരെ ഓൺലൈൻ വഴി ഹജ്ജിന് അപേക്ഷിക്കാം. നല്ല സൗകര്യം, നീ കിട്ടുമായിരിക്കും, അത് വേറെ കാര്യം. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം വരുന്നവർക്ക് ഒട്ടകത്തറത്ത കൂലിയാണ്, ജുമയ്ക്ക് പോലും. ബാങ്ക് വിളിച്ചിട്ട് ഇമാമ മൈക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് പിന്നെ വിളിച്ച് കെട്ടേണ്ട അവസ്ഥ ഇപ്പോൾ ഉമ്മത്തിൻ്റെ, അല്ലേ? നമ്മളൊക്കെ ഈ കാണിക്കുന്ന ഭൗതിക കാര്യത്തിൽ കാണിക്കുന്ന താല്പര്യം സ്വർഗത്തിലേക്ക് മുന്നേറാൻ, കർമ്മത്തിലേക്ക് മുന്നേറാൻ കാണിച്ചിരുന്നെങ്കിൽ എത്ര ഭംഗിയാണ്. ഇപ്പോൾ ഹജ്ജ് നിർബന്ധമായ സാമ്പത്തികമുള്ളവരോട് ചെറിയ ഒറ്റ വാക്കിലൊരു ഉപദേശമാണ്, ഹജ്ജ് നീട്ടിവെക്കരുത്. എൻ്റെ വാക്കല്ല, സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഹജ്ജിന് ആർക്കെങ്കിലും അവസരം ഉണ്ടെങ്കിൽ ഫൽയതഅജ്ജൽ, അവൻ ഹജ്ജ് ചെയ്ത് പെട്ടെന്ന് കടമ പൂർത്തിയായിക്കൊള്ളട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി നമ്മുടെ നേതാവ് പറഞ്ഞാണ്, ഞാൻ വെറുതെ എടുത്തു പറയുന്നത് മാത്രമേ ഉള്ളൂ. ഫൽയതഅജ്ജൽ എന്ന പദത്തിന് അർത്ഥം എന്താണ്? വേഗം അത് നിർവഹിക്കട്ടെ. ലഅല്ലഹു യംറളു, ചിലപ്പോൾ അടുത്ത വർഷം അവൻ രോഗിയാകാം. തങ്ങളുടെ തന്നെ വചനം, അടുത്ത വർഷം ഒരു പക്ഷേ ഈ ഹജ്ജിന് പോകാൻ നിയത്ത് ചെയ്ത ആൾ രോഗിയാകാം. ഔ യഅരിദു ലഹു ഹാജ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്യാവശ്യം വരാം, അപ്പൊ ഹജ്ജ് മുടങ്ങാം. മനുഷ്യനാണ്, ഇന്ന് ആരോഗ്യവാൻ നാളെ രോഗിയാണ്, ഇന്ന് ആരോഗ്യവാൻ നാളെ രോഗി, ഇന്ന് ജീവിച്ചിരുന്നവൻ നാളെ ഖബറിൽ. അത്ര പെട്ടെന്ന് മനുഷ്യൻ ഓരോരോ ഘട്ടം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ രോഗമാകാൻ ഒരൊറ്റ ടെസ്റ്റ് മതി. ഒരു ടെസ്റ്റ് കഴിയുമ്പോൾ തെളിഞ്ഞ മുഖം വന്നത് വാടിയ. കാരണം എന്താ? ഡോക്ടർ പറഞ്ഞു വേറെ രോഗമാണ്. ഓടി നടന്നതാണ്, നല്ല ആരോഗ്യമായി, ചുമ്മാ വെറുതെ ടെസ്റ്റ് ചെയ്യാൻ നിർത്ത് പോയതാ. റിസൾട്ട് കിട്ടിയപ്പോൾ താങ്കൾ മരണപ്രതീക്ഷിക്കേണ്ട രോഗിയാണെന്ന് പറയും. സോനമര പിന്നീട് അവൻ്റെ ഇബാദത്ത് ഒന്നും പഴയ പോലെ ആവും. മനസ്സിൻ്റെ സന്തോഷം പോയി, പെട്ടെന്ന് വിഷമം കയറി, മനുഷ്യൻ്റെ അവസ്ഥകൾ പെട്ടെന്ന് മാറും. ഇവിടെ നമ്മൾ ആലോചിക്കും, ഇപ്പം തന്നെ നമ്മൾ ഹജ്ജിന് നിയത്തിയ കഴിവുള്ള എല്ലാവരും ഹജ്ജിന് നിയത്തിച്ചു. കഴിഞ്ഞ വർഷം ശരിയാണെന്ന് തോന്നുന്നു കേട്ടത്, 10 ലക്ഷത്തോളം ഹാജിമാർ ഹജ്ജിൽ കുറവായിരുന്നു. 10 ലക്ഷത്തോളം ഹാജിമാർ കഴിഞ്ഞ ഹജ്ജിൽ കുറവായിരുന്നു എന്ന് കേൾക്കുന്നു. ശരിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് പോയ ഹാജിമാർക്ക് സൗകര്യം കൂടുതലായിരുന്നു. പക്ഷെ കൊതിച്ചിരുന്ന പലർക്കും പോകാൻ കഴിഞ്ഞില്ല. പണം കൊടുത്തവർക്ക് പോകാൻ കഴിഞ്ഞില്ല, കൊതിച്ചിരുന്നവർ പോകാൻ കഴിഞ്ഞില്ല, പ്രൈവറ്റ് കൊടുത്ത ആർക്കും പോകാൻ കഴിഞ്ഞില്ല. പ്രൈവറ്റ് കോട്ടയെ കെട്ടി കളഞ്ഞു സർക്കാർ. ഈ വർഷം ഉണ്ടോന്നും ഒരു ഉറപ്പില്ല. തിരക്കുള്ളവർക്ക് വേണ്ടി പുതിയൊരു ഹജ്ജ് കോട്ട ഇപ്രാവശ്യം പ്രഖ്യാപിച്ചിട്ട് 20 ദിവസം കൊണ്ട് ഹജ്ജ് അവസാനിക്കും. പക്ഷേ 20 ദിവസം ആകുമ്പോൾ നമ്മളൊക്കെ വിചാരിച്ച് പണം കുറയുമെന്നല്ല, പണം ഇരട്ടിയാവും. ഇപ്പം 3 ലക്ഷമാണ്, 20 ദിവസത്തേക്ക് 6 ലക്ഷമാണ്. അതെന്താന്ന് ആ കുട്ടൻസ് പിടി കിട്ടിയില്ല. സാധാരണ ഞാൻ വിചാരിച്ച് ഫുഡും കുറയും, വാടകയും കുറയും, നമ്മളെ പോലത്തെ പാവപ്പെട്ടവർക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചല്ലോ. കുറിച്ചിരിക്കുമ്പോൾ ഇന്നലെ വന്നേക്കുന്നു ഇരട്ടിയാണ് ചാർജ് ഇരട്ടി. താമസമൊക്കെ അടുത്താ, എന്തോ പറയും, ക്ലോക്ക് ടവർ എന്നൊക്കെ പറയും. ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നുകൂടെ ഓർത്തോ, ക്ലോക്ക് ടവർ കിട്ടുമ്പോൾ കൂലി കൂടുവോ കുറയുമോ? കുറയും. നമ്മൾ പോകുന്നത് എന്തിനു വേണ്ടിയാ? സൗകര്യം അനുഭവിക്കാൻ വേണ്ടിയല്ല. ഒരിക്കലും അങ്ങനെ നിയത്ത് ചെയ്ത് ഹജ്ജിന് ആരും പോകരുത്. സൗകര്യങ്ങൾ വേണമെന്നുള്ള വാശിയും വേണ്ട. പിന്നെന്ത് വേണം? എനിക്ക് എൻ്റെ ഹജ്ജ് പടച്ചവൻ സ്വീകരിക്കണം. ഒറ്റ നിയത്ത് ഹജ്ജ് അള്ളാഹ് സ്വീകരിക്കണം. അതിന് അവൻ വാഗ്ദാനം ചെയ്ത് കൂലി എനിക്ക് ആഖിറത്തിൽ കിട്ടണം. അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളാകുമ്പോൾ പ്രൗഢിക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുന്നവരുണ്ടാവും, പേരിന് വേണ്ടി ഹജ്ജ് ചെയ്യുന്നവരുണ്ടാവും, പ്രശസ്തിക്ക് ഹജ്ജ് ചെയ്യുന്നവരുണ്ടാവും. അള്ളാഹ് കാക്കുമാറാവട്ടെ. ഒരു കാര്യവും ഇല്ലാത്ത വെറും പാഴ്വേലയാണ് ഹജ്ജ്. ബാക്കിയുള്ളവർക്ക് അസൗകര്യം ഉണ്ടാക്കാൻ നല്ലത് ഇത്തരം ഹാജിമാരെ കൊണ്ട് യാതൊരു കാര്യവും. നമ്മുടെ ഹാജിമാർ നല്ല നീയത്തോടെ ഇപ്പോൾ ആവശ്യങ്ങളുണ്ടാവും. എല്ലാ മക്കളെയും കെട്ടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ
പടശം കാക്കുമാറാവണം. 2 മക്കളെ ബാക്കി നിൽക്കുമ്പോൾ അത്തായാൽ ആഖിറത്തിലേക്ക് യാത്രയാണ്. എത്രയോ സംഭവം. റസൂലുള്ളാഹി നിങ്ങളെ തടയപ്പെടുന്നതിന് മുമ്പായി നിങ്ങൾ ഹജ്ജ് ചെയ്യും. ഹിജ്ജു ഖബല തുംനഉ. നല്ല സമയമാണ്. അതുകൊണ്ട് ഞാൻ പരസ്പരം പങ്കുവെക്കേണ്ട ഒരു ഫിക്റായതുകൊണ്ട് ഞാൻ പ്രത്യേകം പങ്കുവെക്കാം. ഹജ്ജ് കഴിഞ്ഞ് വന്നവരോടൊരു ഉപദേശമുണ്ട്. അല്ലാഹു വിശുദ്ധ ഖുർആനിലെ കാര്യം പറഞ്ഞു, വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ വത്തഖൂനി യാ ഉലിൽ അൽബാബ്. ഹജ്ജ് കഴിഞ്ഞവരെ നിങ്ങൾ മുത്തഖിയായി ജീവിക്കാൻ തയ്യാറാവും. 2 അവസരം അല്ലാഹു ഒരാൾക്ക് കൊടുത്തു. 2 അവസരം. എന്താണ് 2 അവസരം? ഒന്ന്, ഒരാളെ അല്ലാഹു തആല വലിയ രോഗത്തിൽ പരീക്ഷിച്ചു. ഇബ്തലാഹു അല്ലാഹു ബിമറദിൻ ശദീദ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളെ അല്ലാഹു കടുത്ത രോഗത്തിൽ പരീക്ഷിച്ചു. കടുത്ത രോഗം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ട് പഴയ ജീവിതമാണെങ്കിൽ പുണ്യപ്രവാചകരുടെ വാക്ക് നമുക്ക് കാണാം, അത് അവന്റെ പരാജയത്തിന്റെ അടയാളമാണ്. ഒരു കടുത്ത രോഗത്തിന് വിധേയനായി. രോഗത്തിനു മുമ്പ് അദ്ദേഹം അനുസരണ ഇല്ലാത്ത മോശക്കാരനായിരുന്നു. അള്ളാഹു അവനെ നന്നാക്കാൻ വേണ്ടി, അവനിലേക്ക് വിളിക്കാൻ വേണ്ടി, മടക്കാൻ വേണ്ടി ഒരു രോഗം കൊടുത്തു. രോഗത്തിന്റെ തീഷ്ണത അനുഭവിച്ചു. ആ സമയത്ത് അള്ളാഹുലേക്ക് മടങ്ങി രോഗം കഴിഞ്ഞ് സുഖമായപ്പോൾ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് പോയെങ്കിൽ ഹാദാമിൻ ആലാമത്ത് ഷഖവ എന്ന് റസൂലുള്ളാഹി. ഇതാ മനുഷ്യൻ ആഖിറത്തിൽ പരാജയപ്പെടാൻ പോകുന്നതിന് അടയാളം. രണ്ടാമത് പറയട്ടെ. രണ്ടാമത്തത് കേട്ടോണം. ഇവർക്ക് അള്ളാഹു ഹജ്ജിന് അവസരം കൊടുത്തു. ഞാൻ പറഞ്ഞല്ല, നമ്മുടെ നബി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജിന് ആൾക്ക് അള്ളാഹു അവസരം കൊടുത്തു. ഹജ്ജ് കഴിഞ്ഞു, ജീവിതം പഴയത് തന്നെ, ഒരു മാറ്റവും ഇല്ലെങ്കിൽ ഇതും ആ മനുഷ്യന്റെ പരാജയത്തിന്റെ ലക്ഷണമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഹജ്ജ് എന്നുള്ളത് അവിടെ പോയി ചെയ്യുന്ന കുറച്ച് കർമ്മങ്ങളുടെ പേരല്ല, മറിച്ച് ഒരു തിരുത്തലിന്റെ പേരാണ്, ഒരു വീണ്ടെടുപ്പിന്റെ പേരാണ്, ഒരു തിരുത്തലിന്റെ പേരാണ്. ഹജ്ജിന് മുമ്പുള്ള ജീവിതവും ഹജ്ജിന് ശേഷമുള്ള ജീവിതവും 2 ആയിരിക്കണം. ഒരുപോലെ ആയാൽ അവന്റെ ഹജ്ജ് സ്വീകരിക്കപ്പെടില്ല എന്ന് മാത്രമല്ല, അവൻ പരാജയപ്പെടാൻ പോകുന്നു. അല്ലാഹു അതിനെ കാക്കുമാറാവട്ടെ. അത് വളരെ ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കർമ്മമാണ്, ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കർമ്മമാണ്. ഹാജിമാർക്ക് എല്ലാവർക്കും കൂടി ഇൻഷാ അല്ലാഹ് പത്താഴപ്പടിയിൽ ബറക്കാത്ത് പള്ളിക്ക് മുമ്പിൽ ഒരു ചെറിയൊരു ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. അസർ മൗലിദ്. ഇതിന് ഹജ്ജ് കഴിഞ്ഞുള്ള ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് ഉണർത്താൻ വേണ്ടി തബ്ലീഗിന്റെ പേരിൽ നടക്കുന്ന പരിപാടി എല്ലാ വർഷവും നടക്കാറുണ്ട്. ഈ വർഷം നടക്കുന്നുണ്ട്. കഴിയുമെങ്കിൽ ഹാജിമാരെല്ലാം അസ്ർ നിസ്കാരത്തിന് പത്താഴപ്പടി താഴത്ത് പള്ളിയിലെത്തിച്ചു. സ്ത്രീകൾക്ക് തൊട്ട് മുകളിലൊരു വീട്ടിൽ സൗകര്യം ചെയ്തിട്ടുണ്ട്, അവിടെ അവർക്കും പോകാം. നസീഹത്തുകൾ നടക്കും. അതുകൊണ്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അല്ലാഹു ഖുർആൻ സൂചിപ്പിക്കുന്നത് ഹജ്ജ് മാസങ്ങളാണ്. ഹജ്ജ് മാസങ്ങളല്ലാതെ ഏത് മുസ്ലിമിനും അറിയാം, ഹജ്ജാകെ ദിവസങ്ങളാണ്. പക്ഷെ ഖുർആനിൽ അല്ലാഹു ഹജ്ജിനെ കുറിച്ച് പറയുമ്പോൾ അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്, ഹജ്ജ് കുറച്ച് മാസങ്ങളാണ്, ഹജ്ജ് കുറച്ച് ദിവസങ്ങളാണെന്നല്ല പറഞ്ഞത്, ഹജ്ജ് കുറച്ച് മാസങ്ങൾ. എന്താ മാസം? ഹജ്ജുമായിട്ട് എന്താ മാസത്തിന് ബന്ധം? ശവ്വാൽ ഹജ്ജിന്റെ മാസമാണ്, ദുൽഖഅദ ഹജ്ജിന്റെ മാസമാണ്, ദുൽഹിജ്ജ ഹജ്ജിന്റെ മാസമാണ്. 3 ഹജ്ജിന്റെ മാസമാണ്. ഇത് 3 പവിത്രമാണ്. ഈ മാസങ്ങളിൽ യുദ്ധം പാടില്ല, അക്രമം പാടില്ല. ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും. ഈ മാസങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളോട് ദ്രോഹം ചെയ്യരുതെന്ന് ഖുർആൻ. അപ്പോൾ ഇത് പവിത്ര മാസമാണെന്ന് ഹജ്ജിനെ കുറിച്ച് പറഞ്ഞ എന്തിനാണെന്നറിയാവോ? ഒരു 3 മാസത്തെ എങ്കിലും തയ്യാറെടുപ്പിന് ശേഷം വേണം എന്തിനു പോകാൻ? ഹജ്ജിന് പോകാൻ. അതിനർത്ഥം ചുമ്മാ ഓടിപ്പോണ്ട ഒരു അമലല്ല ഹജ്ജ്, മറിച്ച് നന്നായി തീരുമാനമെടുത്ത് തയ്യാറായി പോകേണ്ടതാണ് ഹജ്ജ് എന്നാണ് ഖുർആന്റെ സൂചന എന്ന് അല്ലാമ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് തന്റെ തഫ്സീറിൽ സൂചിപ്പിക്കുന്നുണ്ട്. ചെറിയ കാര്യമല്ല, തയ്യാറായി ചെയ്യേണ്ട അമൽ. മുമ്പേ തയ്യാറാകണം. ഹജ്ജിന് മുമ്പേ, മാസങ്ങൾക്ക് മുമ്പേ തയ്യാറാകണം, ഹജ്ജ് നിർവഹിക്കണം. ഹജ്ജ് കഴിഞ്ഞാലോ ജീവിതമാകെ ഒന്ന് മാറണം. നിങ്ങൾ എന്നെ പേടിച്ച് ജീവിക്കണം, യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ എന്ന് ഖുർആൻ. ഹാജിമാരെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ അഭിസംബോധന ബുദ്ധിമാന്മാരെ എന്നാ. കാരണം പല ദൃഷ്ടാന്തവും കണ്ടുവന്നവരാണ്, പല ദൃഷ്ടാന്തങ്ങളും കണ്ടുവന്നവരാണ്. അവർക്ക് ബുദ്ധി ഉണ്ടാകണം ഹജ്ജ് കഴിയുമ്പോൾ. ഹജ്ജിന് മുമ്പ് നമ്മൾ കേട്ടതെല്ലാം കണ്ടുകൊണ്ട് കാണുന്ന ഒരു അവസരം കിട്ടും ഹജ്ജിൽ. തിരിഞ്ഞു നിന്ന് നമസ്കരിച്ച് കഅബയെ നേരിട്ട് കാണാം, അത്ഭുതത്തിന്റെ ഉറവയായ സംസം നേരിട്ട് കാണാം. 4000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് മഹദിയായ ഹാജറ ബീവിയോടിയ മണ്ണ്, ആ പർവ്വതങ്ങൾ സഫ മർവ നമുക്ക് കാണാം. കോടാനുകോടി മനുഷ്യരുടെ കണ്ണീര് കൊണ്ട് നനഞ്ഞു കുതിർന്ന മണ്ണ്, ഭൂമി, അറഫ നമുക്ക് നേരിട്ട് കാണാം.
പിശാചിന്റെ നേരെ കല്ലെറിഞ്ഞ് മാതൃക കാണിച്ച ഇബ്രാഹിമിന്റെ പിന്തലമുറക്കാരായ ഹാജിമാരെ കല്ലെറിയുന്ന നമുക്ക് കാണാം. നമ്മുടെയൊക്കെ പിശാചിന്റെ നേരെയുള്ള കല്ലേറ് സ്തൂപത്തിന് നേരെയല്ല, നെഞ്ചിന് നേരെ, എൻ്റെ ഹൃദയത്തിലുള്ള പിശാചിനെ ആട്ടി ഓടിക്കാൻ. ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ട് വന്നുകൊണ്ട് അള്ളാഹ് എന്താ വിളിച്ചത്? ഹാജിമാരെന്നല്ല, യാ ഉലുൽ അൽബാബ്, ഓ ബുദ്ധിയുള്ളവരെ, ബുദ്ധിമാന്മാരെ. അള്ളാഹു നമുക്ക് ബുദ്ധി നൽകുമാറാവട്ടെ. ഈ തിരുത്തൽ ജീവിതത്തിൽ ഒരു തിരുത്തൽ ഉണ്ടാക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ മാഷാ അല്ലാഹ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഹജ്ജ് വെബ്സൈറ്റ് ഉണ്ട്, നമുക്ക് അതിൽ അപേക്ഷിക്കാം. അല്ലെ കേരള സർക്കാർ ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ അപേക്ഷിക്കാം. വേറെ ഏതൊരു പുതിയ പേരിലൊരു വെബ്സൈറ്റ് ഉണ്ട്, ഹജ്ജ് സുവിധ എന്ന് പറയും. ഇത് മൂന്നിലും നമുക്ക് അപേക്ഷിച്ച് ഓൺലൈനായി അപേക്ഷിച്ച് ജുമാ കഴിഞ്ഞിട്ട് തന്നെ ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഓഫീസുമായി, നമ്മുടെ നേനാരപ്പള്ളി ഓഫീസുമായി ബന്ധപ്പെട്ടാൽ നിലവിൽ ഷിഹാബ് ഉംറ യാത്രയിലായതുകൊണ്ട് ഓഫീസ് സൗകര്യം ചെയ്തിട്ടുണ്ട്. ഓരോ ജില്ലയ്ക്കും ഓരോരുത്തരുണ്ടല്ലോ ഈ ഹജ്ജ് സേവനങ്ങൾ നിർവഹിക്കുന്നത്. നമ്മുടെ നാട്ടിലെ നമുക്കറിയാമല്ലോ, ഷിഹാബ് നമുക്ക് എല്ലാവർക്കും അറിയാം, സിറ്റി ബുഡ്സിലെ അദ്ദേഹമാണ് കോട്ടയം ജില്ലയിലെ ഹജ്ജിന്റെ ഒരു രക്ഷാധികാരിയെ പോലെ നിൽക്കുന്ന ആൾ, സേവന തൽപരനാണ്. അള്ളാഹു അത് കബൂലാക്കട്ടെ. അദ്ദേഹം ഉംറയിൽ പോയി എന്നല്ലാത്തരി. അപ്പോൾ ആ സ്ഥാനത്ത് കുറഞ്ഞ ദിവസത്തേക്ക് നമ്മുടെ ഓഫീസ് ആ ജോലി നിർവഹിക്കാവുന്ന ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഓഫീസിൽ തന്നെ കയറി ഓൺലൈനായി അപേക്ഷിച്ച് ഹജ്ജ് ബുക്ക് ചെയ്യാം. ഇപ്പം നിലവിൽ ഒരു പൈസ മുടക്കാതെ ഹജ്ജ് അപേക്ഷിക്കാം, ഒരു പൈസ മുടക്കാതെ. ഈ വർഷം മുതൽ അങ്ങനെ പണം അടയ്ക്കണം. ഇപ്പോൾ അപേക്ഷയ്ക്ക് ഒന്നും ആലോചിക്കേണ്ട സമയം. ഹജ്ജ് ഫറളാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ, കടം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ സാമ്പത്തികം ഉണ്ടെങ്കിൽ നമ്മൾ ഹജ്ജ് മാറ്റിവെക്കണം. എങ്ങാനും അവസരം നഷ്ടപ്പെട്ടു പോയാൽ, ഞാൻ ആ വക്കീല് പറയുന്നില്ല ഇവിടെ, പിന്നീട് പറഞ്ഞോളാം, അന്ത്യം വലിയ അപകടത്തിലാണെന്ന് സൂചനയുണ്ട്. സൂക്ഷിക്കുക. അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് എല്ലാവരും കാക്കുമാറാവട്ടെ. ഞാൻ കഴിഞ്ഞ 2 ജുമഅയ്ക്ക് മുമ്പ് ഒരിക്കലും 21 വർഷം ജിദ്ദയിൽ താമസിച്ച ഒരാളുടെ സംഭവം നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ റൂമിൽ കയറി ഒരാൾ പറഞ്ഞു, സാധാ 21 അല്ല, അതിൽ കൂടുതൽ താമസിച്ച ഒരാളെ എനിക്കറിയാം, അദ്ദേഹം ഹജ്ജ് ചെയ്തിട്ടില്ല. പരിശുദ്ധ ഹറമിൽ നിന്നും വളരെ ചുരുങ്ങിയ കിലോമീറ്റർ അത്ര ദൂരമുള്ള ഒരു നാട്ടിൽ 2 പതിറ്റാണ്ടിലധികം താമസിക്കാൻ ഭാഗ്യം കിട്ടിയ ഹജ്ജിനെത്താത്ത ഹതഭാഗ്യന്മാരുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, ഇത് പടച്ചവന്റെ കാരുണ്യത്തിന്റെ നോട്ടം കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമാണ്. തൗഫീഖ് റബ്ബിനോട് ചോദിക്കണം, ആഫിയത്ത് അള്ളാഹുവിനോട് ചോദിക്കണം. ശ്രദ്ധിക്കുക, ഹജ്ജ് മാറ്റിവെക്കരുത്. ഇൻഷാ അല്ലാഹ് ഇപ്പം തന്നെ മനസ്സിൽ കഴിവുന്നവരൊക്കെ നിയത്ത് ചെയ്യാം. അള്ളാഹു വർഷത്തെ ഹാജിമാരുടെ ഹജ്ജ് മഖ്ബൂലാക്കുമാറാവട്ടെ, മബ്റൂറാക്കുമാറാവട്ടെ. നമുക്ക് വേണ്ടി അവരൊക്കെ ദുആ ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ അവർക്ക് വേണ്ടി ഹജ്ജിന് പോയ അന്ന് മുതൽ വരുന്നത് വരെയും നമസ്കാര ശേഷവും ജുമായ്ക്കും ഒക്കെ ദുആ ചെയ്തിരുന്നു. എല്ലാ ദുആയും അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഹജ്ജിന് വേണ്ടി സേവന സന്നദ്ധരായി പോയ ധാരാളം പേർ നമ്മുടെ നാട്ടിലുണ്ട്, ഹബീബ് സാർ ഉൾപ്പെടെ. അവരുടെ സേവനങ്ങളും അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഒരു വലിയ പുണ്യമാണ്. ഇൻഷാ അല്ലാഹ് സൗദി സർക്കാർ അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. ഹാജിമാർക്ക് വേണ്ടി ചെയ്യുന്ന അതുല്യമായ സേവനങ്ങൾക്ക് അള്ളാഹു അർഹമായ അംഗീകാരം സൗദി സർക്കാരിനും അവിടുത്തെ ഭരണഘടനയ്ക്കും ഭരണകർത്താക്കൾക്കും അള്ളാഹു നൽകുമാറാവട്ടെ. സൗരന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ഒരു ബാധ്യത കേട്ടോ, ആരും മറന്നുകൊണ്ട ആ കാര്യമൊന്നും. അവരെ ന്യൂനത നോക്കാൻ പാടില്ല, അവർ ചെയ്യുന്ന നന്മകൾ നമ്മൾ കാണണം. എത്ര സൗകര്യങ്ങളാണ് ഹാജിമാർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ലോകത്തൊരു രാഷ്ട്രത്തിനെ കൊണ്ട് വസ് ചെയ്യാൻ സാധിക്കില്ല, അത്ര വലിയ സൗകര്യം. അതുകൊണ്ട് അള്ളാഹു തന്ന വലിയ പുണ്യകരമായ 2 നാടുകളെ സൂക്ഷിക്കുന്ന ഖാദിമുൽ ഹറമൈൻ സാലിഹീങ്ങളായ രാജാക്കന്മാരെ അള്ളാഹുവിടെ കൊണ്ടുവരുമാറാവട്ടെ. ആർക്കെങ്കിലും ദീനിൽ നിന്നും അകൽച്ചയുണ്ടെങ്കിൽ അള്ളാഹു ദീനുമായി അടുപ്പിക്കുമാറാവട്ടെ. അത് ദുആ ചെയ്യുക, ഹിദായത്തിനുണ്ട് ദുആ ചെയ്യുക. നശിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും എന്ത് ചെയ്യരുത്, ദുആ ചെയ്യുക. കാരണം ആ നാടില്ലെങ്കിൽ നമുക്കൊരു അന്തസ്സും ഇല്ല. പിന്നെ ലോകാടിസ്ഥാനത്തിൽ മുസ്ലിം ഉമ്മത്തിന് അന്തസ് ഏതാ? മക്കയും മദീനയുവാ. അല്ല പിന്നെ എന്തിരിക്കും, നമുക്ക് അഡ്രസ്സേ ഇല്ല. അന്തസ് മാത്രമല്ല, നമുക്ക് അഡ്രസ്സ് പോലും ഉണ്ടാവോ? ഇല്ല. അതാ നമ്മുടെ അഡ്രസ്, മക്ക മദീന. ഏറ്റവും വലിയ അഡ്രസ് നമ്മുടെ ഏതാ? മദീന, മക്ക. നമുക്ക് എന്താ അഡ്രസ്സാ പിന്നുള്ളത്? അതില്ലെങ്കിൽ അത് നിലനിൽക്കണം ലോകത്ത്. 2 പേര് ദുആയ്ക്ക് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രോഗികൾക്കും ശിഫ കൊടുക്കുമാറാവട്ടെ. ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ കടം വീടാൻ വേണ്ടി അല്ലാഹു തആല അദ്ദേഹത്തിന് കടം വീട്ടി കൊടുക്കുമാറാവട്ടെ. പ്രയാസം അല്ലാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. വേറൊരു സഹോദരൻ കച്ചവടം ഇല്ലാതെ വിഷമിക്കുന്നു.
ഹറാമായ പണിക്കൊന്നും പോകാൻ താല്പര്യമില്ല. അള്ളാഹു അദ്ദേഹത്തിന് ഹലാലായ സമ്പാദ്യം കൊടുക്കുമാറാവട്ടെ. വിഷമങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ഒരു കുട്ടി, അപസ്മാര രോഗിയായ ഒരു കുട്ടി, രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ പിതാവ് രാവിലെ എന്ന് പറഞ്ഞ അള്ളാഹു ആ കുട്ടിയുടെ രോഗം മാറ്റിക്കൊടുക്കുമാറാവട്ടെ. പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. പൂർണ്ണ ശിഫ അള്ളാഹു കൊടുക്കുമാറാവട്ടെ. ഒരു യതീമായ കുടുംബത്തിൻ്റെ വീടുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അള്ളാഹു ആ വീടിൻ്റെ പ്രശ്നങ്ങളെല്ലാം എളുപ്പം പരിഹരിച്ചു കൊടുക്കുമാറാവട്ടെ. താമസിക്കാൻ സംതൃപ്തമായ വീട് അള്ളാഹു അവർക്ക് കൊടുക്കുമാറാവട്ടെ. തടസ്സങ്ങൾ പടച്ചവൻ നീക്കി കൊടുക്കുമാറാവട്ടെ. വിഷമങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. ഒരു പിതാവ് അത്യാസന്ന നിലയിൽ തൊടുപുഴയിൽ ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. സിഹത്ത് അള്ളാഹു കൊടുക്കുമാറാവട്ടെ. ഷിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തീരുമാനം മറിച്ചാണെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന് ഈമാൻ കിട്ടിയുള്ള മരണം നൽകുമാറാവട്ടെ. നമുക്കൊക്കെ അറിയും, നമ്മുടെ ഗേൾസിലെ ഹലീമ ടീച്ചർ എന്ന് പറഞ്ഞ ഒരു ടീച്ചർ അത്യാസന്ന നിലയിൽ അവർ ആശുപത്രിയിലാണ്. അത്യാസന്ന നിലയിൽ എന്ന് പറഞ്ഞാൽ വളരെ പ്രതിസന്ധി ഘട്ടത്തിലാണ് അവരുള്ളത്. അവർ സുഖമില്ലായിരുന്നു, ഇതിൻ്റെ കൂടെ ഒന്ന് വീണു തലച്ചോറ് തന്നെ പുറത്തായി ഇപ്പോൾ ഉള്ളത്. പുറത്ത് തലച്ചോറ് എടുത്ത് വെച്ച് ചികിത്സയിലാണ്. വളരെ പ്രയാസം. അള്ളാഹു അവർക്ക് ശിഫ കൊടുക്കുമാറാവട്ടെ. അവർക്ക് അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. വലിയ പ്രതീക്ഷയോടെ നമ്മൾ ദുആ ചെയ്യാൻ പറയുന്ന എല്ലാ ആവശ്യങ്ങളും അള്ളാഹു സഫലീകരിച്ച് കൊടുക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.